നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായിട്ട് ED നടത്തിയ റെയ്ഡ്, ഇപ്പോഴും അതിൻ്റെ ഒരു അലയൊലികൾ, അല്ലെങ്കിൽ നമ്മുടെ CPM നേതാക്കൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. പല ഏരിയ കമ്മിറ്റികളിലും പലയിടത്തും പ്രതിഷേധം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ പരസ്യമായിട്ടുള്ള വെല്ലുവിളികളാണ് ഇപ്പോൾ EDക്കെതിരെയും അതുപോലെ തന്നെ പോലീസിനെതിരെയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ED ഒന്നും കൂടി കടുപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ വീണയെ അല്ലെങ്കിൽ അവരുടെ മുൻ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് ഇതിപ്പോൾ അവരെ വീണ്ടും ഒരു ആഴമുള്ള കുഴിയിലേക്ക് തള്ളിയിടുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ എന്തായിരിക്കും അടുത്തത്? EDയുടെ അടുത്തൊരു നീക്കം എന്ന് പറയുന്നത് അറസ്റ്റിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ED ഇനി ഇതിനെ അതിവേഗം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഇതിനോടകം തന്നെ വൈകിയിരിക്കുന്നു. നമ്മൾ മറന്നുപോയ, അല്ലെങ്കിൽ നമ്മൾ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യമുണ്ട്. 2024 ഈ കേസിൽ ECIR രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 2024 മാർച്ചിലാണ്. ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത് 2026 മെയ്യിലാണ്. അതായത് 2 വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒരു കേസിൽ ED സാധാരണഗതിയിൽ ഇത്തരം കേസുകളിലൊക്കെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന റെയ്ഡുകളാണ്. പരമാവധി വളരെ ഇതിൻ്റെ സസ്പെൻസ് പൊളിയാതെ എത്രയും വേഗം പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ 1ാമത്തെ സ്റ്റെപ്പിൽ നിന്നും 2ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ 2 വർഷം എടുത്തിരിക്കുന്നു. കാരണം എന്താണ്? പ്രതി മുഖ്യമന്ത്രിയുടെ, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ. ആ ഒരൊറ്റ കാരണമാണ്. ജനങ്ങൾ നൽകിയ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി തൻ്റെ മകളെ സംരക്ഷിക്കാനായി എത്രമാത്രം കളികൾ കളിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ആരൊക്കെയാണ് കേസുകൾ കൊടുത്തിട്ടുള്ളത്? CMRL കേസ് കൊടുക്കുന്നു, എക്സാലോജിക്ക് കേസ് കൊടുക്കുന്നു, വരുന്നവരും പോകുന്നവരും ഒക്കെ കേസ് കൊടുക്കുന്നു, ദില്ലി ഹൈക്കോടതിയിൽ കൊടുക്കുന്നു, കേരള ഹൈക്കോടതിയിൽ കൊടുക്കുന്നു. ഇവരുടെയൊക്കെ ഉദ്ദേശം ഹർജികൾ കൊടുത്ത് EDയുടെ ഈ ഒരു വരവിനെ തടയുക എന്നുള്ളതാണ്. ED മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ വീട്ടിലേക്കോ ഒന്നും വരാൻ പാടില്ല. അത് തടയുക എന്നുള്ളതാണ് ഇവർ ചെയ്തത്. പക്ഷേ അത് എത്ര കാലം അവർക്ക് തടയാൻ കഴിഞ്ഞു? അധികാരം പോയി. അതോടുകൂടി തങ്ങൾ ആഗ്രഹിക്കുന്ന കോടതി വിധി വരാറായി. ഇതാണ് നമ്മളെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. അതായത് ജുഡീഷ്യറിയും ഇതിനകത്ത് കൂട്ടുനിന്നിരിക്കുന്നുവെന്ന് വേണം കരുതാൻ, ജുഡീഷ്യറിയിലെ ചിലരെങ്കിലും. കാരണം പിണറായി വിജയൻ ആഗ്രഹിക്കുന്ന കോടതി വിധികൾ കിട്ടിക്കൊണ്ടേയിരുന്നു. അത് കാരണമാണ് ഈ 2 വർഷം വൈകിയത്. അധികാരം പോയതോടുകൂടി കോടതി വിധി EDക്ക് അനുകൂലമായി. ED ആ കോടതി വിധി സമ്പാദിക്കുകയും ഇരച്ചു കയറുകയും ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വിധി വരുന്നു, ബുധനാഴ്ച രാവിലെ തന്നെ റെയ്ഡിന് കയറുന്നു. ഇനി റെയ്ഡിന് എത്തിക്കഴിയുമ്പോൾ എന്താണ് ഈ CPM പ്രവർത്തകർ കാട്ടിക്കൂട്ടിയത്? കേന്ദ്ര ഏജൻസികൾ വന്നോട്ടെ, എൻ്റെ മടിയിൽ കനമില്ല എന്ന വാർത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാൽ പോരെ. പകരം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിരിക്കുന്നു. അവരുടെ കാറുകൾ തല്ലി പൊളിച്ചിരിക്കുന്നു. 1-2 കല്ലേറല്ല, കാറുകൾ മൊത്തം തല്ലി പൊളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. തീ വെച്ച് നശിപ്പിക്കാത്തത് ഭാഗ്യം. കേന്ദ്ര സേനയ്ക്ക് നേരെ കല്ലേറ് നടത്തിയിരിക്കുന്നു, ഹെൽമെറ്റ് എടുത്ത് എറിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എന്തിനാണ് ഈ CPM പ്രവർത്തകർ ചെയ്തു കൂട്ടിയത്? നമ്മുടെ മുഖ്യമന്ത്രി ഹരിചന്ദ്രനാണ് എന്ന് വരുത്തി തീർക്കാനാണോ? മുൻ മുഖ്യമന്ത്രി, പിന്നെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ മാലാഖയാണെന്ന് വരുത്തി തീർക്കാനാണോ? ഇതൊക്കെ ഈ പറയുന്ന പ്രോസസ്സിലൂടെ കടന്നുപോയി ഈ ജനാധിപത്യപരമായി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ചുള്ള നിയമങ്ങൾ, കോടതികൾ ഇതുവഴി തെളിയിക്കപ്പെടേണ്ട കാര്യമില്ലേ? എന്തുകൊണ്ടാണ് ഈ ഗുണ്ടായിസം കാട്ടിക്കൊണ്ട് ഇവർ എന്ത് ലക്ഷ്യമാണ് നേരിടാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വീണ വിജയനെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം, ആ കുറ്റം ശരിയാണ് എന്ന് തന്നെ വെച്ചോളൂ. എങ്കിൽ പോലും വീണ വിജയന് എത്ര ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്? ആ ശിക്ഷയ്ക്കൊരു പരിമിതിയുണ്ട്. ജീവപര്യന്തമൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഈ റെയ്ഡിന് പ്രതിഷേധമെന്ന നിലയിൽ ഈ പറയുന്ന CPM പ്രവർത്തകർ കാട്ടിക്കൂട്ടിയ ആ ഒരു കുറ്റകൃത്യം, അതിന് ജീവപര്യന്തം വരെ കിട്ടാം. കാരണം ED ഉദ്യോഗസ്ഥരെക്കെതിരെയുള്ള വധശ്രമത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി ഇവരെല്ലാം നമുക്കറിയാമല്ലോ, ഈ തിരുവനന്തപുരം നഗരസഭ പിടിക്കാനായി പാർട്ടി ഏൽപ്പിച്ചിരുന്ന അല്ലെങ്കിൽ പാർട്ടി അങ്ങനെ ഒരു ദൗത്യം കൊടുത്തിരുന്ന നേതാക്കന്മാർ വരെ ഈ മുട്ടയുമായി ഈ വാഹനത്തിന് നേരെ പോയി. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നീട് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് പാർട്ടി ഏൽപ്പിച്ച ചരിത്ര ദൗത്യം ഞാൻ നിറവേറ്റിയെന്നാണ്. ഈ മുട്ടയേറാണ് ചരിത്ര ദൗത്യമായിട്ട് ഇയാൾ എടുത്തിരിക്കുന്നത്. മാത്രമല്ല പാർട്ടിയുടെ നേതാക്കന്മാർ, പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എന്താണ്? ഇതൊരു ട്രെയിലർ മാത്രമാണ്. ഇനിയും ED വന്നു കഴിഞ്ഞാൽ ഇനി ഇവരെന്താ ED ഉദ്യോഗസ്ഥരെ കൊല്ലാനാണോ ഈ പദ്ധതി ഇടുന്നത്? ജയരാജൻ പറഞ്ഞിരിക്കുന്നത് EDയുടെ കുറ്റമാണെന്നാണ്. ED എന്തിനാണ് ആൾക്കൂട്ടത്തിനിടയിൽ വാഹനവുമായി കടന്നുപോയത് എന്നാണ് ജയരാജൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്ന് യാതൊരു ഐഡിയയും ഇല്ലാതെയാണ്
ഒരു വീണ വിജയനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ഈയാമ്പാറ്റകളെ പോലെ ജീവിതം ഹോമിക്കുകയാണ്. മാത്രമല്ല വീണ വിജയൻ ഇത് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുന്നുണ്ടോ? ഇല്ല. റെയ്ഡ് തടസ്സപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊതുജനങ്ങളുടെ വികാരം അനുകൂലമായി നേടിയെടുക്കാൻ കഴിഞ്ഞോ? ഇല്ല. പകരം വീണ വിജയനെ കുടുക്കിലാക്കാൻ മാത്രമേ ഇവർക്ക് സാധിച്ചുള്ളൂ. കാരണം നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ഈ കേസിൽ അടുത്ത പടിയായി ED ചോദ്യം ചെയ്യാനിരുന്നത് CMRL ഉദ്യോഗസ്ഥരെയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ചോദ്യം ചെയ്യാൻ പോകുന്നത് വീണ വിജയനെയാണ് എന്ന് കേൾക്കുന്നു. അതിൻ്റെ കാരണം ഇനിയിപ്പോൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സമൻസ് അയച്ചു കഴിഞ്ഞാൽ ഇവർ കോടതിയിൽ പോകും. കോടതിയിൽ പോയി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സമൻസിനെതിരെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ED കോടതിയിൽ വാദിക്കുന്നത് എന്താകും? ഞങ്ങൾ അന്ന് റെയ്ഡ് ചെയ്യാൻ പോയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഇത്രയധികം കലാപമുണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നു. അധികാരം നഷ്ടപ്പെട്ടിട്ടും ഇവർക്ക് വലിയ ഹോൾഡ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏത് കോടതിയാണ് അനുവാദം കൊടുക്കാത്തത്? അപ്പോൾ പിണറായി വിജയനെയും മകളെയും പോലും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ഒരു മണ്ടത്തരമാണ്, ശുദ്ധ മണ്ടത്തരമാണ് CPIM-ൻ്റെ ഉന്നത നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇവിടെ ഈ തിരുവനന്തപുരം നഗരത്തിൽ കാട്ടിക്കൂട്ടിയത്. കണ്ണൂരിൽ പോലും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് അവിടെയാണ്. പക്ഷേ ഞാൻ അറിഞ്ഞത് കണ്ണൂരിലെ പല പ്രധാനപ്പെട്ട ഗുണ്ടകളെയും പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ പിണറായി വിജയനോട് ഇടഞ്ഞു നിൽക്കുന്ന അവർ വന്നില്ല എന്നുമാണ്. കാരണം നമുക്കറിയാമല്ലോ, പിണറായി വിജയൻ പോലും ധർമ്മടം മണ്ഡലത്തിൽ 6 റൗണ്ട് പിന്നിൽ നിന്നു. അപ്പോൾ സ്വന്തം പാർട്ടിക്കാർ കൊടുക്കുന്ന പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ജനവികാരം ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. അത് ഇതിലും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ പാർട്ടിക്കോ സഹായകമായ പ്രവർത്തനങ്ങളല്ല CPM ഇത്രയും കാലം ചെയ്തു കൂട്ടിയത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ബിനീഷ് കോടിയേരിയുടെ ഒരു സാന്നിധ്യം അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് ബിനീഷ് കോടിയേരി സത്യത്തിൽ പിണറായി വിജയനെയും കുടുംബത്തെയും രക്ഷിക്കാനാണോ അതോ ശിക്ഷിക്കാനാണോ അല്ലെങ്കിൽ കൂടുതൽ കുരുക്കിലേക്ക് ഒന്നും കൂടെ തള്ളിയിടാനാണോ വന്നിരിക്കുന്നതെന്ന് കഴിഞ്ഞ ആ വീഡിയോസൊക്കെ നോക്കി നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം. അദ്ദേഹം അവിടെ പോലീസുകാർക്കും അതുപോലെ തന്നെ ഈ പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് വലിയൊരു നിർത്ത് എല്ലാവരെയും ഒന്ന് ശാന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും അവിടെ ആ ഒരു കാഴ്ചവെച്ച പ്രകടനത്തിന് അദ്ദേഹത്തിനുള്ള ഫലം ഉണ്ടായി. അദ്ദേഹത്തെ പാർട്ടി അംഗത്വം നൽകി വീണ്ടും തിരിച്ചെടുത്തു എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ അവിടെ രക്ഷിക്കാനാണോ അങ്ങനെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായത്? ഇല്ല. ബിനീഷ് കോടിയേരിയോട് പിണറായി വിജയൻ കാണിച്ചത് പരിഗണിച്ചാൽ ബിനീഷ് കോടിയേരി ഈ റെയ്ഡ് നടക്കുന്ന സ്ഥലത്തേക്കേ പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ ബിനീഷ് കോടിയേരി വന്നു. അവിടെ ശ്രദ്ധേയമായി സാന്നിധ്യമായി മാറാൻ ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതൊരു അദ്ദേഹത്തിൻ്റെ മധുര പ്രതികാരമായിരിക്കുമെന്നാണ്. ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ അന്ന് പിണറായി വിജയൻ പറഞ്ഞത് കേന്ദ്ര ഏജൻസികളൊന്നും കാണാതെ വരില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടാകും, അതൊന്നും അറിയാതെ നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. അതായത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു ബിനീഷ് കോടിയേരിയുടെ അച്ഛൻ. എന്നിട്ട് പോലും അതിനെ ന്യായീകരിക്കാൻ ഒരു താല്പര്യവും കാണിക്കാത്ത പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ബിനീഷ് കോടിയേരി വരുന്നു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് റിവെഞ്ച് ആയിരിക്കണം അത് എന്നാണ്. കാരണം പാർട്ടി അംഗത്വം പോലും നൽകാതെ മാറ്റി നിർത്തിയിരിക്കുന്നു അദ്ദേഹത്തെ. ഇപ്പോൾ പാർട്ടി അംഗത്വം നൽകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വീണ വിജയനെതിരായിട്ടുള്ള ഈ കേസുകൾ മുഴുവൻ പൊക്കിക്കൊണ്ടുവന്ന് കോടതിയിൽ വലിയ പോരാട്ടം നടത്തുന്നത് BJP നേതാവായ ഷോൺ ജോർജാണ്. ഷോൺ ജോർജിൻ്റെ ഉത്തമ സുഹൃത്താണ് ബിനീഷ് കോടിയേരി. അപ്പോൾ അതാണ് ഈ പാർട്ടിയെ ഭയപ്പെടുത്തുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ പെർഫോമൻസ് കൊണ്ട് പിണറായി വിജയൻ സംപ്രീതനായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പാർട്ടി അംഗത്വം കിട്ടിയല്ലോ. അപ്പോൾ പക്ഷേ അത് പിണറായി വിജയനോടുള്ള ബഹുമാനം കൊണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയനെ രക്ഷിക്കാനോ ആണ് ബിനീഷ് കോടിയേരി അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മറ്റൊരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായതിൽ പാർട്ടിയിൽ വലിയൊരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. കാരണം ഇത്രയും യങ് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായപ്പോൾ ഇത്രയധികം 10-20 വർഷത്തിലേറെ പ്രായമുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ അവിടെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരമാണെന്ന് ആർക്കും അറിയാം. പക്ഷേ അതവിടെ നടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു ഈ സംഭവത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ. കാരണം എന്താണ്, ഈ ED ഉദ്യോഗസ്ഥർ വരുമ്പോൾ റെയ്ഡിന് തടസ്സപ്പെടുത്താൻ വേണ്ടി പാർട്ടി പ്രവർത്തകർ മുറ്റത്ത് സംഘടിക്കുമ്പോൾ പിണറായി വിജയന് നേരിട്ട് വന്ന് പറയാമായിരുന്നു,
ഇവർ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഇവർ RSSൻ്റെയും BJPയുടെയും നിർദ്ദേശമനുസരിക്കുകയാണ് ചെയ്യുന്നത്. അവരത് ചെയ്തുകൊണ്ട് പോട്ടെ, എൻ്റെ മടിയിൽ കനമില്ല എന്ന പഴയ പ്രസ്താവന മാത്രം ആവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പിണറായി വിജയൻ്റെ ഇമേജ് മാറുമായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെയും മണ്ടത്തരം കാണിച്ചു. ഈ പറയുന്ന പേക്കൂത്തുകൾക്കൊക്കെ അദ്ദേഹം മൗനാനുവാദം കൊടുത്തു. പിന്നീട് രാഹുൽ ഗാന്ധിയെ അദ്ദേഹം പുറത്തു വന്ന ഉടനെ എതിർത്ത് സംസാരിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് സത്യത്തിൽ എന്തുകൊണ്ടാണ് എന്നറിയില്ല. എനിക്ക് തോന്നുന്നു മൊത്തം ഈ കേസിന്മേലുള്ള പിടി അധികാരം പോയതോടുകൂടി പിണറായി വിജയനും CPIM-നും അയഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്ന് വേണം പറയാനായി. പക്ഷേ ഇത് ഇവരെ കൂടുതൽ അപകടത്തിലാക്കാനേ ഇടവരുത്തും. ഏതായാലും ഈ നിയമത്തെയും നിയമ സംവിധാനത്തെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ തെറി വിളിച്ചുകൊണ്ട് അത് കുറച്ച് മാസമാണെന്ന് കാണിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു പ്രീതി പിടിച്ചു പറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ജനങ്ങൾ പുറംകാലിൽ തൊഴിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു വാർത്തകൾ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനൽ തന്നെ ആവണമെന്നില്ല, ഇപ്പോൾ ഏത് ഒരുവിധം ന്യൂസ് ചാനൽ എടുത്തു നോക്കിയാലും കമൻറ്റുകളൊക്കെ തന്നെ ജനങ്ങൾ വീണ്ടും വെറുത്തു തുടങ്ങി. ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെടേണ്ട UDF-ന് വീണ്ടും അധികാരത്തിലേറാൻ അവർക്ക് അത്ര കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. തീർച്ചയായിട്ടും ED വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇനി എന്ത് കടുത്ത നടപടിയായിട്ടാണ് അടുത്തൊരു സ്റ്റെപ്പ് ED എടുക്കാൻ പോകുന്നത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെ നടപടികൾ വീണയ്ക്കെതിരെ ഉണ്ടാകും, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുവരയ്ക്കും നമസ്കാരം.